ദൈവനാമത്തിന് വന്ദനം. ആദ്യമായി എനിക്ക് അവസരം ഒരുക്കി തന്നത് CSMനുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്ന വേദവാക്യം എന്ന് പറയുന്നത് എസ്രാ 1:1 മുതൽ 11 വരെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ധ്യാസമയം അങ്ങനത്തെ ഒരു സന്ധ്യയിലേക്ക് വരുന്ന നമ്മുടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ വചനം പറയുന്ന അടിയാണ് അത് കേൾക്കുന്ന കാതിനെ വന്ന് ബലപ്പെടുത്തുന്ന പ്രാർത്ഥനയും എല്ലാം സർവേശ്വരൻ നാമത്തിനെ ആമേൻ. എസ്രാ 1-ാം വാക്യം അതിലൊരു രാജാവിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. കോശിഷ് എന്ന രാജാവാണ് അദ്ദേഹം. ഒരു പാർസി രാജാവാണ്. യെരുശലേമിലെ ദേവാലയം പുതുക്കി പണിയാനായി ദൈവം തന്നെ പ്രതിനിധിയായി കോശിഷ് എന്ന രാജാവിനെ ആണ് തിരഞ്ഞെടുത്തത്. കോശിഷ് രാജാവ് ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എസ്രാ 1:2 ഇപ്രകാരം പറയുന്നു: പർസി രാജാവായ കോശിഷ് ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യം എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലും യെരുശലേമിലും അവൻ ഒരു ആലയം പണിയുവാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇതിൽ താഴോട്ടുള്ള വാക്യങ്ങൾ കോശിഷ് രാജാവ് ജനങ്ങളോട് പറയും: തന്റെ ദൈവമായ യഹോവ ആലയം പണിയുവാനായി പൊന്നു വെള്ളി തുടങ്ങിയ ദാനസമ്പത്തുകളും മൃഗസമ്പത്തുകളും എന്നിവയൊക്കെ മനസ്സോടെ സഹായം ചെയ്യണമെന്നാണ്. എസ്രാ 1:7 പറയുന്നു: വിശുദ്ധ പാത്രങ്ങൾ എന്ന് വെച്ചാൽ തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ വിശുദ്ധ ഉപകരണങ്ങൾ വരെ എടുത്ത് ആലയപ്പണിക്കായി സമേത മനസ്സോടെ കൊടുക്കണമെന്നാണ്. പഴയ നിയമത്തിൽ തൻ്റെ ആലയപ്പണിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. വളരെ നന്നായി അത് നമ്മൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിയ നിയമമായ ഇത് കമ്പയർ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആലയം നമ്മൾ ഓരോരുത്തരുമാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവാകുന്നു, നിങ്ങളിൽ അവൻ വസിക്കുന്നു എന്നറിയുന്നില്ലയോ? അങ്ങനെയല്ലെങ്കിൽ പുതിയ നിയമസഭയിൽ ആയിരിക്കുന്ന നാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. നമ്മുടെ ശരീരം വിശുദ്ധിയോടെയും വേർപാടോടെയും ദൈവത്തിന് വസിക്കാൻ പറ്റുന്ന ഒരു ആലയമായി പണിയുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി.